വർഷം തീരാറായി. ഇപ്പൊ എത്രയായി? വയസ്സെത്രയായി? 40 കഴിഞ്ഞ്, 50 കഴിഞ്ഞ്, 60 കഴിഞ്ഞു, 70 കഴിഞ്ഞു. ഇതാ ആയുസ് തീരാൻ. കൊല്ലം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുക. ഒരു പുതുവർഷ പുലരിയിൽ നമ്മൾ നിലകൊള്ളുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട പാഠം നമുക്കൊരു വർഷം ആയുസ് കുറഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ സാധാരണ അങ്ങനെയല്ല കൂട്ടുന്നത്. എനിക്ക് 18 വയസ്സായി ഉസ്താദ് എന്ന് പറയാം. യഥാർത്ഥത്തിൽ എന്താ സംഭവം? നിന്റെ ആയുസ് കുറഞ്ഞിരിക്കാൻ. 40 വയസ്സിൽ നിന്ന് 18 വയസ്സ് നിനക്ക് കുറഞ്ഞു. നിന്റെ ആയുസ് 40 ആണെങ്കിൽ അതിൽ നിന്ന് 18 ഇതാ തീർന്നിരിക്കുന്നു എന്നാണ് നീ മനസ്സിലാക്കേണ്ടത്. കുറയാണ് ഇവിടെ. അത് പലരും ചിന്തിക്കുന്നില്ല. പുതുവർഷം ആഘോഷിക്കുമ്പോഴും നീ ചിന്തിക്കേണ്ടത് എന്താ? നിന്റെ ആയുസ് കുറഞ്ഞു എന്നുള്ളതാണ്. ദുൽഹിജ്ജ മാസത്തോടുകൂടി അറബി മാസം ഹിജറ കലണ്ടർ പ്രകാരം ഒരു വർഷം നിന്നിൽ നിന്ന് കൊഴിഞ്ഞു. എന്ത് ചെയ്തു ഒന്ന് ചിന്തിക്കുന്ന സഹോദരങ്ങൾ. എന്താ ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ചെയ്തത്? റമളാനിലെ നോമ്പ് മുഴുവനും കിട്ടിയോ? തറാവീഹ് 20 റക്അത്ത് പൂർത്തിയാക്കി കിട്ടിയോ? അതിനുശേഷം ഇങ്ങോട്ടുള്ള നല്ല മാസങ്ങൾ ശവ്വാല്, ദുൽഖഅദ, ദുൽഹിജ്ജ, ഈ 3 മാസങ്ങൾ കിട്ടി. എന്താ നമ്മൾ ചെയ്തത്? ഹജ്ജിന് പോയവരുണ്ടോ? ഉംറ നിർവഹിച്ചവരുണ്ടോ? സദക്ക കൊടുത്തവരുണ്ടോ? പാവങ്ങളെ സഹായിച്ചവരുണ്ടോ? ദീനീ സ്ഥാപനങ്ങൾക്ക് സഹായം കൊടുത്തവരുണ്ടോ? ഒരു യതീം കുട്ടിക്ക് വേണ്ടി നിന്റെ സഹായം കൊടുക്കാൻ നിനക്ക് അവസരം കിട്ടിയിട്ടുണ്ടോ? ഒരു ഹിഫ്ദിന് പഠിക്കുന്ന ഒരു കുട്ടിക്ക് പൂർണ്ണമായി ചെലവ് ഒരു വർഷത്തേക്ക് ഞാൻ ഏൽക്കാമെന്ന് പറഞ്ഞ് വക്കാലത്ത് ഏൽക്കാനുള്ള അവസരം അള്ളാഹു നിനക്ക് നൽകിയിട്ട് നിന്റെ നാട്ടിൽ തന്നെ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടായിട്ട് കൺമുന്നിലുണ്ടായിട്ട് നിനക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? നിന്റെ മക്കൾക്ക് ദീനീ ബോധം കൊടുക്കാൻ സഹായിച്ചിട്ടുണ്ടോ? എന്താ സഹോദരങ്ങളെ ഈ ഒരു കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ചെയ്തത്? 1 ലക്ഷം ലാ ഇലാഹ ഇല്ലല്ലാഹ്, 1 ലക്ഷം സൂറത്തുൽ ഇഖ്ലാസ്, അല്ലെങ്കിൽ 1 ലക്ഷം സലാത്ത്, എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എല്ലാം കൂട്ടിക്കഴിച്ച് നോക്കുമ്പോ ഒക്കെ വളരെ കുറവാണ്. നിസ്കാരം പോലും 5 വഖത്ത് കൃത്യതയില്ല. 5 വഖത്ത് നിസ്കരിച്ചാൽ തന്നെ അതിന് മുമ്പും ശേഷമുള്ള സുന്നത്ത് നമ്മൾ കളഞ്ഞു കുളിച്ചു. ആരോഗ്യമുള്ള ഈ സമയത്താണ് നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വാളിന് വേണ്ടി ഒരു 5 കൊല്ലം മുമ്പ് വന്നപ്പോൾ സുബ്ഹാനല്ലാഹ്, സ്ഥലം ഞാൻ പറയുന്നില്ല, കാല് മുറിക്കപ്പെട്ട ഒരു വ്യക്തി വന്നു. അദ്ദേഹം പറഞ്ഞു, 40 വർഷം ഞാൻ സൗദിയിൽ ജോലി ചെയ്ത വ്യക്തിയാണ്, പക്ഷേ ഹജ്ജിന് എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. 40 വർഷം സൗദിയിൽ ജോലി ചെയ്ത വ്യക്തിക്ക് ഹജ്ജിന് അവസരം കിട്ടിയിട്ടില്ല. ഇപ്പോൾ എനിക്ക് ഷുഗർ വന്നിട്ട് എന്റെ ആദ്യം വിരലുകൾ മുറിക്കപ്പെട്ടു, പിന്നെ കണങ്കാല് വെച്ച് മുറിക്കപ്പെട്ടു, അവസാനം മുട്ടിന്റെ ഭാഗം വെച്ച് മുറിക്കപ്പെട്ടു, ഒരു കാലിന്റെ തുടഭാഗം വരെ വെച്ച് മുറിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ അധിക കാലം ഞാൻ ഉണ്ടാവുകയില്ല. എനിക്ക് സമ്പത്ത് ആവോളമുണ്ട്, പക്ഷേ അവിടം വരെ പോയി ഹജ്ജ് ചെയ്യാനുള്ള അവസ്ഥയില്ല. അള്ളാഹു അദ്ദേഹത്തിന് നീ പൊറുക്കണേ നാഥാ. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ ജീവിതം, ഈ കഴിഞ്ഞ വർഷം അദ്ദേഹം മരണപ്പെട്ടു പോയി, അദ്ദേഹത്തിന്റെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ. അതുകൊണ്ട് ആരോഗ്യമുള്ള സമയത്ത് ശരിക്ക് അമൽ ചെയ്യണേ. ഓരോ ദിവസവും നിന്നിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. പാരത്രികമാകുന്ന ലോകത്തിന് വേണ്ടി നീ എന്താണ് സമ്പാദിച്ചിട്ടുള്ളത് എന്ന് ചിന്തിക്കണേ. ഓരോ ദിവസവും ആ ദിവസങ്ങൾ രാവിലെ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ തന്നെ നിന്നോട് വിളിച്ചു പറയുമത്രേ, ഇന്നി യൗമൻ ജദീദ് യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ, പൊന്നുമോനെ, ഇന്നി യൗമൻ ജദീദ്, ഞാനിതാ ഒരു പുതിയ ദിവസമാണ്, പുതിയ ദിവസമാണ്. ഞാൻ നിന്നിലേക്ക് വന്നിട്ടുള്ളത് ഒരു പുതിയ ദിവസമായിട്ടാണ്. നീ എന്നിൽ പ്രവർത്തിക്കുന്ന സർവ്വ അമലുകളും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. വഇന്നി അലാ മാ യഅമലു ഫിയ ഷഹീദ്, നീ എന്റെ ദിവസമാകുന്ന എന്നിൽ ചെയ്യുന്ന എല്ലാ നന്മ തിന്മകളും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. അതുകൊണ്ട് സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് എന്നെ നീ മുതലാക്കണേ, ഹറാമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് എന്നെ നീ നശിപ്പിക്കരുത് എന്ന് ദിവസം വന്നുകൊണ്ട് എല്ലാ ദിവസവും മുഅ്മിനോട് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മളോട് ഇത് പറയുന്നുണ്ട്, നമ്മളിത് കേൾക്കുന്നില്ല, അറിയുന്നില്ല. അവരുടെ സംസാരം നമ്മൾ അറിയുന്നില്ല. എല്ലാ ദിവസവും പ്രഭാതം പൊട്ടി വരുമ്പോൾ ദിവസങ്ങൾ നമ്മളോട് ഇത് വിളിച്ചു പറയാൻ, യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ, ഞാൻ ഇതാ ഒരു പുതിയ ദിവസം, എന്നെ മുതലാക്കിക്കോ, എന്നെ പിടിച്ചോ, ശരിക്കും അമൽ ചെയ്തോ, എന്നിൽ നീ എന്തൊക്കെ ചെയ്താലും അതൊക്കെ തീർച്ചയായും ഞാൻ സാക്ഷിയാണ്, നാളെ നിനക്ക് സാക്ഷിപത്രമാകും. നമ്മളൊരു ഖുർആൻ ഓതിയാൽ, ദിക്ർ ചെയ്യാൽ, നിസ്കരിച്ചാൽ, നോമ്പ് നോറ്റാൽ, അതൊക്കെ ആ സ്ഥലങ്ങളും സന്ദർഭങ്ങളും മാസങ്ങളും ദിവസങ്ങളും ഒക്കെ നമുക്ക് സാക്ഷി നിൽക്കുമെന്നാണ്. അതുകൊണ്ടല്ലേ നിസ്കരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 2 റക്അത്ത് കഴിയുമ്പോൾ അവൻ സുന്നത്ത് മാറി നിസ്കരിക്കുന്നത്. കാരണം ആ സ്ഥലം അവന് സാക്ഷിപത്രമാകുമെന്നാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
ഒന്ന് മാറി നിൽക്കും. ചിലർ കണ്ടിട്ടില്ലേ, അപ്പുറത്തോട്ട് മാറി നിൽക്കും. ആ സ്ഥലം നാളെ നമുക്ക് സാക്ഷിയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഇരിക്കുന്ന ഓരോ ചെയറുകളിലും വന്നിരിക്കുന്ന സഹോദര സഹോദരിമാരെ, നിങ്ങൾ ഇരിക്കുന്ന ഈ ചെയറുകൾ, നിങ്ങൾ ഇരിക്കുന്ന ഈ സ്ഥലങ്ങൾ നാളെ ആഖിറത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ സാക്ഷ്യപത്രമാണ്. നല്ല നീയത്തിൽ നല്ല രീതിയിലാണ് ഇന്ന സ്ഥലത്ത് കൊണ്ട് ഇന്ന രാവിൽ വന്നിരുന്നത്. വെള്ളിയാഴ്ച ദിവസം രാത്രിയിൽ നടന്നതാകുന്ന ത്വയ്ബ അക്കാദമിയുടെ വാളിന്റെ മജ്‌ലിസിൽ ഈ ചെറുപ്പക്കാരൻ വന്നിരുന്നവനാണ്. ഈ സഹോദരി വന്നവളാണ്. എന്ന പടച്ചറബിൻ്റെതാകുന്ന ദർബാറിൽ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുമത്രേ. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സദസ്സിൽ വന്നത്. അത് വാങ്ങിച്ചു പോകുന്നവരാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ വെച്ച് നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ മക്കളെ സാലിഹാക്കി എടുക്കാനുള്ള വഴികൾ, ഒന്ന് ശരിക്ക് ദുആ ചെയ്യണം, നല്ലതുപോലെ ദ്വാരക്കണം. അതെപ്പോൾ മുതൽ തുടങ്ങണം? ജനിക്കുന്നതിന് മുമ്പ്, നമ്മൾ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നതിന് മുമ്പ് തന്നെ, വിവാഹം കഴിഞ്ഞ കാലഘട്ടം മുതലേ ദ്വാരക്കണം. നമ്മൾ ഇപ്പോൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ദ്വാരക്കണം. ഹൈറായ ഇണയ്ക്ക് വേണ്ടി, തുണയ്ക്ക് വേണ്ടി ദ്വാരക്കണം. അല്ലാതെ കല്യാണം അന്വേഷണം നടക്കുമ്പോഴത്തേക്കും കിട്ടാതെ വരുമ്പോ അടച്ചവനെ നല്ലത് കിട്ടണേന്ന് പറഞ്ഞ് ദ്വാരന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോഴല്ല ദ്വാരക്കണ്ട, നേരത്തെ ദ്വാരം തുടങ്ങുക. പടച്ച റബ്ബേ ഹൈറായ ഒരു ഇണയെ കിട്ടണേന്ന് പറഞ്ഞ് ശരിക്കും ദ്വാരക്ക. അപ്പൊ റബ്ബ് ഹൈറായത് അടുപ്പിച്ചു തരും. പ്രത്യേകിച്ച് മുത്തഅല്ലിമായിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹു തരും. നല്ല ഇൽമ്, നാഫിഅ ഇൽമ്, നല്ല ദറസ് ജീവിതം വേണം, നല്ല മുദരിസാകണം, നല്ല ഖതീബാവണം, ദീനി മേഖലകളിൽ ശോഭിക്കണം, നല്ല പ്രഭാഷകനാകണം. ഏതെല്ലാം ചോദിക്കണോ, ഹൈറായ വീട്, വാഹനം, കുടുംബം, പശ്ചാത്തലം, നാടിന്, സമുദായത്തിന് എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടുന്ന സമയമാണ് മുത്തഅല്ലിമായിരിക്കുന്ന സമയം. പക്ഷെ അപ്പോഴൊന്നും ചോദിക്കൂല, ഇങ്ങനെ കളിച്ചു ജനിച്ച് നടക്കും. എന്ത് ചോദിച്ചാലും ഉത്തരം. മലക്കുകൾ, കാരുണ്യത്തിന്റെ മലക്കുകൾ ഇങ്ങനെ ചിറക് വിരിച്ചു കൊടുത്തിരിക്കുന്ന സമയമാണ് നിങ്ങൾക്ക്. അതുകൊണ്ടാണ് നിങ്ങളെ നോക്കാൻ ഈ സമൂഹവും ഈ സമുദായവും ഒറ്റക്കെട്ടായിട്ട് നിലകൊള്ളുന്നത്. നിങ്ങളൊന്ന് പട്ടിണി കിടക്കാൻ ഇവർ സമ്മതിക്കൂല. നിങ്ങൾ ഒരു നേരത്തെ ആഹാരം, അന്നം മുട്ടാൻ ഇവരാരും സമ്മതിക്കൂല. ഭക്ഷണം ഇല്ലാന്ന് പറഞ്ഞാൽ അപ്പോൾ വീട്ടിലുള്ളത്, അവർക്കുള്ളത് അങ്ങോട്ട് തന്നിട്ടാണെങ്കിലും, പട്ടിണി കിടന്ന് അവർ പട്ടിണി കിടന്നിട്ടാണെങ്കിലും നിങ്ങളെ പോറ്റും. കാരണം അത്രയേറെ ദുആഇന് ഇജാബത്തുള്ള വക്താക്കളാണ് നിങ്ങൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് മനസ്സിലാക്കിയിട്ട് ദ്വാരക്കണം. ദ്വാരക്കാതിരിക്കരുത്. നമ്മുടെ അമലുകൾക്ക് സ്വീകാര്യത കിട്ടാൻ, ദുനിയാവും ആഖിറവും മെച്ചപ്പെടാൻ വേണ്ടി ശരിക്കും ദ്വാരക്കണം. ദ്വാ എപ്പോഴും വലിയ കവചമാണ്. ആരാധന എന്ന് പറയുന്നത് തന്നെ പ്രാർത്ഥനയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആരാധനയുടെ മജ്ജ, അതിന്റെ കാതൽ പ്രാർത്ഥനയാണെന്നും നബി മുഹമ്മദ് മുസ്തഫ. ആ പ്രാർത്ഥന അനിവാര്യമാണ്. ഇന്ന് ചില ആളുകൾ നിസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥിക്കൂല. മിക്ക ആളുകളും, 99% ആളുകളും ഇന്നത്തെ തലമുറയിൽ നിസ്കരിക്കും, പക്ഷെ ദുആ ഇല്ല. നിസ്കരിക്കും, ദുആ ചിലപ്പോ ഹത്തീബ് ഉസ്താദ് വരക്കുന്നതിന്റെ കൂട്ടത്തിൽ ചിലപ്പോ ആമീൻ പറയും. 2 മിനിറ്റ് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി സമയമൊക്കെ നോക്കി, ഇന്ന് കുറച്ച് വൈകിയല്ലേ, മുസ്ലിയാരെ കൊണ്ട് ചോദിച്ചോട്ടെ, ഇയാളെ മാറ്റണം, അടുത്ത കമ്മിറ്റിക്ക് പറയണം, ആമീൻ വേഗം കഴിഞ്ഞു. ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഈ ആമീൻ പറച്ചിലുകൊണ്ട് എന്ത് ഗുണം? ഒരു ഇഖ്ലാസിന്റെ ഒരു ആമീൻ പോലും നമ്മളിൽ നിന്നില്ല. നല്ലതുപോലെ ആമീൻ പറയും. സ്വന്തമായിട്ട് ചില കാര്യങ്ങൾ ചോദിക്കും. നമ്മുടെ ചില കാര്യങ്ങൾ ചോദിക്കാണ്ട്, നമുക്ക് ഖാസായിട്ടുള്ള നമ്മുടെ വിഷയങ്ങൾ, അത് കരഞ്ഞ് റബ്ബിനോട് ദുആ ചെയ്തിട്ടല്ലാതെ എഴുന്നേക്കരുത്. ഏറ്റവും ശ്രേഷ്ഠമായ ദുആ ഏതാണ്? നബിതങ്ങളോട് ചോദിച്ചു. നബിതങ്ങൾ പറഞ്ഞു, ഏറ്റവും ശ്രേഷ്ഠമായ ദുആ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥന ദുആഇന് ഇജാബത്താണ്. റബ്ബ് ഏറ്റവും കൂടുതൽ ഉത്തരം നൽകുന്ന പ്രാർത്ഥനയാണ് നബി മുഹമ്മദ് മുസ്തഫ. എല്ലാ ഫർളിന് ശേഷമുള്ള ദുആ. അതുപോലെ രാത്രിയിലുള്ള ദുആ, ജൗഫുൽ ലൈൽ, രാത്രിയിലുള്ള ദുആ. എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നിർനിദ്രനായി ഉറക്കമെഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദ്വാരക്കാൻ നിനക്ക് അവസരം കിട്ടിയോ, രക്ഷപ്പെട്ടു. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി മുതൽ തഹജ്ജുദൊക്കെ നിലനിർത്തേണ്ട സമയമാണ്. കാലം വല്ലാതെ അതിക്രമിച്ചിരിക്കുകയാണ്. മോശപ്പെട്ടതാകുന്ന സംസ്കാരങ്ങളെ പുണരുന്ന ആളുകളായി ഇന്നത്തെ തലമുറ മാറി. അതുകൊണ്ട് നമ്മുടെ മക്കളെ ദീനുമായി ബന്ധപ്പെടുത്തി. രണ്ടാമതായി ചെയ്യേണ്ടതാണ്, ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് ചെറുപ്പം മുതലേ ദീൻ കൊടുക്കണം. ആദ്യമായി ഒരു കുട്ടിക്ക് പഠിപ്പിക്കേണ്ടത്, വാപ്പാക്കും ഉമ്മാക്കും നിർബന്ധമായത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പഠിപ്പിക്കലാണ് എന്ന് ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈൻ രേഖപ്പെടുത്താൻ. ഒരു കുട്ടിക്ക് വകതിരി പറ്റിയാൽ ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പാലാപ്പള്ളി തിരുപ്പള്ളി അല്ല എന്നർത്ഥം. അതായത് ഇന്നത്തെ തലമുറ പഠിപ്പിക്കും.
കുട്ടിയും കൂടെ ജലിച്ച് ഇച്ചിരി വകതിരി വെത്തുമ്പോഴത്തേക്ക് തന്നെ തുണിയില്ലാതെ അതിന് പറ്റിയൊരു കോട്ടും സൂട്ടും ഇട്ട് കൊടുത്തിട്ട് സേത ഇരുത്തിയിട്ട് ഡിസ്കോ ബ്രേക്ക് കളിപ്പിക്കുക. ഇതാണ് വലിയ സംഭവം. ആദ്യം കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാ ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു കിതാബിന്റെ ഇബാറത്ത് ഫത്ഹുൽ മുഈനിൽ ഇടുന്നത് കാണാം. വാപ്പാക്കുമ്മാക്ക് നിർബന്ധം, നമുക്കൊരു പ്രവാചകനുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നങ്ങാണ് ആ പ്രവാചകന്റെ പേര്. മക്കയിൽ ജനിച്ചു, മദീനയിലാണ് വഫാത്തായത്, അവിടുത്തതാകുന്ന ഖബർ ഷരീഫ് മദീനയിൽ തന്നെയാണെന്നുള്ളത് ഇതാണ് ആദ്യമായി ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. വകതിരി വെത്തുന്ന ഒരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. നമ്മളൊക്കെ പഠിപ്പിച്ച ഇതാണോ ഒന്ന് ചിന്തിക്കുക. വാപ്പാക്കും ഉമ്മാക്കും നിർബന്ധമാണിത്, മദ്രസയിലെ ഉസ്താദിനല്ല ആണ് ഈ പറയുന്നത്. പാപ്പായുക്കും ഉമ്മാക്കും ആദ്യം നിർബന്ധമായ വിഷയം ഇതാണെന്ന് അയിമ്മത്തുകളെ രേഖപ്പെടുത്താൻ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്താൻ. ഞാൻ ചോദിക്കട്ടെ, ഇരിക്കുന്ന രക്ഷിതാക്കൾ, ഞാൻ അടക്കമുള്ളവരോട് നമ്മൾ നമ്മുടെ മക്കൾക്ക് എന്താ പഠിപ്പിച്ചു കൊടുത്തത്? ആദ്യം നമ്മൾ മൊബൈലിനകത്ത് ഈ കാണുന്നത് കുട്ടികൾ കാണുകയല്ലേ. പാപ്പ യൂട്യൂബ് ചാനൽ കണ്ടതിന്റെ ബാക്കിയാണ് മക്കൾ കാണുന്നത്. നോക്കുമ്പോ സണ്ണിയിലും തുണിയില്ലായിരിക്കുകയാണ്. പിന്നെ അങ്ങനെ മക്കൾ നന്നാകും. പാപ്പ ഇതാ കാണുന്നത് രഹസ്യമായിട്ട്. yahoo.com അടിച്ചോണ്ടിരിക്കുക. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പിന്നെ അങ്ങനെ റെഡിയാവും. പുതിയ തലമുറകൾ നന്നാണെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളോട് നന്നാവണം, നമ്മുടെ ചെയ്തികൾ നന്നാവണം, നമ്മുടെ സ്വഭാവത്തിൽ വ്യതിയാനം വരണം. ഇതുവരെ മോശമായ ചുറ്റുവട്ടത്തിൽ ജീവിച്ചു, ഇനി അതൊക്കെ മാറ്റി ഒരു പുതിയ സംസ്കാരത്തിലേക്ക് നമ്മൾ വരും. ഒരു പുതുവർഷത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. തെറ്റുകൾ ചെയ്യാത്തവരില്ല, തെറ്റ് ചെയ്തു പോയി, അത് പൊറുക്കലിനെ തേടാനുള്ള സമയം കൂടിയാണ് മുഹറം. അതിന് പറ്റിയ സമയവും സന്ദർഭവും കൂടിയാണ് പരിശുദ്ധമാക്കപ്പെട്ട ആശുറാഇന്റെ സുദിനം. ബഹുമാനപ്പെട്ടതാകുന്ന ആദം നബി അലൈഹിസ്സലാമിന്റെ തൗബയെ അല്ലാഹു സ്വീകരിച്ചില്ലയോ? പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫതലഖാ ആദമു മിൻ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. സ്വർഗ്ഗത്തിലേക്ക് കടത്തിയതാകുന്ന ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഹവ്വാ ബീബി റളിയല്ലാഹു അൻഹയുമായി റാഹത്തായി ജീവിതം നയിക്കവേ അവർക്കിടയിൽ ഇബ്ലീസ് വന്നുകൊണ്ട് ദുർമന്ത്രം നടത്തിയതിന്റെ കാരണത്താൽ അവരതാ വിലക്കപ്പെട്ട കായികനികൾ കഴിക്കുകയാണ്. കഴിച്ചതിന്റെ കാരണത്താൽ അവരുടേതാകുന്ന നഗ്നത പുറത്തു വരികയാ. വിവസ്ത്രരാകുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ നിൽക്കാൻ പാടില്ല. വസ്ത്രം ഉരിയപ്പെട്ട അവരോട് പറയുകയാണ്, അല്ലയോ ആദമേ, ആദമിന്റെ പ്രിയപ്പെട്ട ഭാര്യ, നിങ്ങൾ രണ്ടുപേരും സ്വർഗത്തിൽ നിന്ന് പുറത്തിറങ്ങണേ. രണ്ടുപേരെയും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നിയോഗിച്ചതാകുന്ന സമയവും പരിശുദ്ധമാകുന്ന ആശുറാഇന്റെ സുദിനമാണ്. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്, റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അല്ലാഹുവേ, സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചു പോയ അല്ലാഹ്, പിശാചിന്റേതാകുന്ന കുതന്ത്ര വലയത്തിൽ ഞങ്ങൾ പെട്ടുപോയി റബ്ബേ. വിലക്കപ്പെട്ട കായികനികൾ കഴിച്ചു പോയ അല്ലാഹ്, നീ പൊറുക്കണേ നാഥാ, നീ പൊറുക്കണേ അല്ലാഹ്. فتلقى آدم من ربه كلمات فتاب عليه إنه هو التواب الرحيم. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാ. ആദം നബി അലൈഹിസ്സലാം ഈ വചനങ്ങൾ പറഞ്ഞതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിന്റെ തൗബയെ സ്വീകരിക്കുകയാണ്. തെറ്റ് ചെയ്യുന്ന മനുഷ്യ, കുല്ലുബിനി ആദമ ഖത്താഉൻ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഓർമ്മപ്പെടുത്തുകയാ, ആദം സന്തതികളല്ലേ, തെറ്റ് ചെയ്യാത്തവർ കുറവാണ്, തെറ്റുകാരാണ്. കുല്ലുബിനി ആദമ ഖത്താഉൻ. ആദം സന്തതികൾ മുഴുവനും തെറ്റുകാരാ. പക്ഷെ ആ തെറ്റിൽ തന്നെ വ്യാപൃതരായി അടിയുറച്ചു നിൽക്കുന്നത്, ഈ
ഈമാനിൻ ലക്ഷണത്തിൽപ്പെട്ടതല്ല. പടച്ച റബ്ബിലേക്ക് തൗബ ചെയ്തുകൊണ്ട് മടങ്ങണേ. ഉത്ലുബ മതാബൻ ബിന്നദാമതി മുഖ്ലിആ വബിഅസ്മി തർക്കി الذنب فيما استقبلا وبراءة من كل حق الآدمي فلهذه الأركان فرعا وكملا. ഞാൻ കള്ളു കുടിച്ചു പോയ അല്ലാഹ്, കഴിഞ്ഞതാകുന്ന ഒരു വർഷം, കഴിഞ്ഞ മുഹറം മുതൽ ദുൽഹിജ്ജയുടേതാകുന്ന അവസാനത്തെ മാസം വരെ മോശപ്പെട്ട സിനിമകൾ കണ്ടുപോയ അല്ലാഹ്, ഞാൻ കാണാത്ത സീരിയലില്ല റബ്ബേ, ഞാൻ കാണാത്ത ബ്ലൂ ഫിലിമുകളില്ല റബ്ബേ, ഞാൻ കാണാത്ത അശ്ലീലമാകുന്ന വീഡിയോ പോസ്റ്റുകളില്ല അല്ലാഹ്. എന്റെ കണ്ണുകൾ കൊണ്ട് കാതുകൾ കൊണ്ട് ഹറാമായത് കണ്ടുപോയി റബ്ബേ, ഹറാമായത് കേട്ടുപോയ അല്ലാഹ്. എന്റെ ഇരു കരങ്ങൾ കൊണ്ട് ഹറാമായതിലേക്ക് പിടിച്ചു പോയിട്ടുണ്ട് റബ്ബേ. എന്റെ കാലുകൾ കൊണ്ട് ഹറാമായ തരത്തിലേക്ക് ഞാൻ നടന്നവനാണ് അല്ലാഹ്, പുറത്തു തരണേ നാഥാ. ഒരു മനുഷ്യനവന് പടച്ച റബ്ബിലേക്ക് തൗബ ചെയ്യുന്നതിന് 4 നിബന്ധനകൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാ. ഒന്ന്, അതിരറ്റ ദുഃഖമാണ്, ചെയ്തുപോയ തെറ്റിനെ ഓർത്തുകൊണ്ട് അതിരറ്റ ദുഃഖമാ. രണ്ടാമത്, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് പരിപൂർണമായി ഒഴിഞ്ഞു നിൽക്കലാണ്. മൂന്നാമതായി, ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റ് ചെയ്യുകയില്ല എന്നുള്ള ദൃഢനിശ്ചയമാ. നാലാമത്തത്, ജനങ്ങളുമായിട്ടുള്ള ഹക്കിടപാടുകൾ തീർക്കാനാണ്. ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പടച്ച റബ്ബിലേക്ക് തൗബ ചെയ്യുന്നവരെ അല്ലാഹ് നിന്റെ പാപങ്ങൾ പുറത്തു തരാൻ കാത്തിരിക്കുകയാണ്. പകൽ തെറ്റ് ചെയ്തുകൊണ്ട് നിലകൊള്ളുന്ന മനുഷ്യ, നിന്റെ പാപങ്ങൾ പുറക്കാൻ അല്ലാഹു രാത്രിയിലും സന്നദ്ധനാ. രാത്രിയിൽ തെറ്റ് ചെയ്യുന്ന മനുഷ്യ, നിശയുടെ നിശീതതയിൽ കൂരിരുട്ടിനെ മകന്നു മാറ്റിക്കൊണ്ട് മോശപ്പെട്ട തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോയ പെങ്ങളെ പടച്ച റബ്ബിലേക്ക് ഏറ്റു പറയണേ. അല്ലാഹ് പകലിലും നിന്റെ പാപം പൊറുക്കാൻ സന്നദ്ധനാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകൻ പറയുകയാണ്, ഇദാ താബൽ അബ്ദു അൻസല്ലാഹുൽ ഹഫളത മിൻ ദുനൂബിഹി وأنسى ذلك جوارحه ومعالمه من الأرض. നീ ചെയ്തതാകുന്ന തെറ്റുകൾ നിന്റെ ഹാഫിദുകളാകുന്ന റഖീബ് അതീദ് അലൈഹി വസല്ലം 2 മലക്കുകളും പരിപൂർണമായി അവർ എഴുതിൽ നിന്ന് മായിക്കുമത്രേ. നിന്റേതാകുന്ന എല്ലാ വാക്കുകളും പരിപൂർണമായി എഴുതി വച്ചിരിക്കുന്ന റഖീബ് അതീദിൽ നിന്ന്, അവരുടെ ഏടുകളിൽ നിന്ന് നീ പടച്ച റബ്ബിലേക്ക് മനസ്സുരുകിക്കൊണ്ട് നസുഹായ തൗബ ചെയ്ത, അല്ലാഹുവിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്താൽ അൻസല്ലാഹുൽ ഹഫളത മിൻ ദുനൂബിഹി, നിന്റേതാകുന്ന തെറ്റുകുറ്റങ്ങളെ എഴുതി രേഖപ്പെടുത്തുന്നതായ ഹാഫിളീങ്ങളായ മലക്കുകളില്ലേ, അവരുടേതാകുന്ന ഏടുകളിൽ നിന്ന് അല്ലാഹു മറപ്പിച്ച് കളയുന്നതാണ്. നിന്റെ കൈകളും നിന്റെ കാലുകളും നാളെ നിനക്ക് എതിരായി സാക്ഷി പറയുകയില്ല. നീ പടച്ച റബ്ബിലേക്ക് തൗബ ചെയ്തവനാണെങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ എത്തുമ്പോ ഭയക്കണ്ട പെങ്ങളെ, ഭയക്കണ്ട ചെറുപ്പക്കാരാ. കാരണം അല്ലാഹുവിന്റെ ദർബാറിൽ എത്തുമ്പോ നിനക്ക് എതിരായി സാക്ഷി പറയാൻ മലക്കില്ല. നിനക്കെതിരായി സാക്ഷി പറയാൻ നിന്റെ കൈകാലുകളില്ല. എന്തേ? കാരണം നീ തൗബ ചെയ്തവനാണ്. അതിരറ്റ ദുഃഖത്തോടുകൂടി ചെയ്തു പോയ തെറ്റിൽ ഒഴിഞ്ഞു നിന്ന് മേലിലൊരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടി ജനങ്ങളുമായിട്ടുള്ള എല്ലാ ഹക്കിടപാടുകളും പൂർത്തീകരിച്ചുകൊണ്ട് നാഥനായ സത്താവാകുന്ന പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലകൊണ്ട മനുഷ്യ, അല്ലാഹ് നിന്റെ പാപങ്ങൾ പൊറുക്കുകയാണ്. ഏത് സ്ഥലത്ത് വെച്ചുകൊണ്ടാണോ നീ മോശമായത് ചെയ്തത്, ഏതൊക്കെ സ്ഥലത്ത് വെച്ചുകൊണ്ടാണോ നീ തെറ്റ് ചെയ്തത്, ഏതെല്ലാം വഴിയരികൾ നിന്നുകൊണ്ടാണോ ഹറാമ ചെയ്തത്, എങ്ങനെയൊക്കെയാണോ നീ ഫോൺ വിളിച്ചത്, ഏതെല്ലാം നിലക്കാണ് നീ ചാറ്റ് ചെയ്തത്, ഏതെല്ലാം സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് ആ പ്രവർത്തനങ്ങളല്ല, ആ സ്ഥലത്തെ തൊട്ടും അല്ലാഹു
ഇല്ലാതാക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ടൊരു പുതുവർഷ പുലരിയിലേക്ക് നമ്മൾ കടക്കുമ്പോ മുഹറം മാസത്തിന്റെ ആദ്യത്തേതാകുന്ന ആഴ്ചയിൽ നിലകൊള്ളുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട റൂഹേ ബയാൻ കുടുംബാദികളെ, തെറ്റുകളിൽ നിന്ന് പരിപൂർണമായി മുക്തമായുള്ള ജീവിതം നമുക്ക് അനിവാര്യമാ. അതുകൊണ്ട് പടച്ച റബ്ബിലേക്കൊന്ന് തൗബ ചെയ്യാൻ സന്നദ്ധനാവണേ, സന്നദ്ധനാവണേ. ശരിക്ക് പൊറുക്കലിനെ തേടിയാൽ രക്ഷപ്പെടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ലതുപോലെ പൊറുക്കലിനെ തേടേണ്ട സമയമാണിത്. ആശുറാഇന്റെ സുദിനത്തിൽ ആര് ദുആ ചെയ്തു? ബഹുമാനപ്പെട്ടതാകുന്ന ആര്? ആദം നബി അലൈഹിസ്സലാമിന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചു. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആ ദുആ ഏറ്റവും അധികരിപ്പിക്കേണ്ട സമയം അന്നത്തെ ദിവസമല്ല, ഇപ്പോഴേ തുടങ്ങണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എപ്പോഴും വേണ്ടതാണ്. അള്ളാഹു ഞങ്ങളുടെ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചു പോയി റബ്ബേ. വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, നീ കരുണ ചെയ്യുകയും പുറത്തു തരുകയും ചെയ്തില്ല എങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, തീർച്ചയായും ഞങ്ങൾ പരാജിതരുടെ കൂട്ടത്തിൽ പെട്ടുപോകും റബ്ബേ. അതുകൊണ്ട് നീ പുറത്തു താ റഹ്മാനെ. എത്ര നല്ല ദുആ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. الله توفيق നൽകട്ടെ.